ഹലോ ഗൈസ്, മേരി ക്രിസ്മസ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ക്രിസ്മസ് ഡേയിലെ വീഡിയോസാണ്. 24th ഈവനിങ് പള്ളിയിൽ പോയതിൻ്റെ, അതേപോലെ ക്രിസ്മസ് ഡേയിലെ കുറച്ച് കുക്കിങ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നിങ്ങൾ കണ്ടതുപോലെ തന്നെ അതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ്. അങ്ങനെ പള്ളിയിൽ പോയിരുന്നു. ഒരു 6 o'clock ആയപ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഡെക്കറേറ്റഡ് ആയിരുന്നു പള്ളിയും, അതേപോലെ ട്രീയും പുൽക്കൂടും എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. നല്ലൊരു വൈബായിരുന്നു, നല്ലൊരു ഈവനിങ് ആയിരുന്നു. അങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞ് സാൻഡയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കേക്കൊക്കെ കഴിച്ച് നോയമ്പൊക്കെ മുറിച്ച് അങ്ങനെ ക്രിസ്മസിലേക്ക് നമ്മൾ കടക്കുകയാണ്. അങ്ങനെ ഇന്നലത്തെ പള്ളിയൊക്കെ കഴിഞ്ഞ് ഇന്നിപ്പോൾ അടുത്ത ദിവസമാണ് 25th ഡേയിലുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. രാവിലെ എണ്ണിട്ട് കുറച്ച് കുക്ക് ചെയ്യാനായിട്ടുണ്ട്. ക്രിസ്മസ് ആയതുകൊണ്ട് കുറച്ച് ഗസ്റ്റൊക്കെ വരാനുണ്ട്, കുറച്ച് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതിലേക്കാണ് രാവിലെ കടന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് പോകുന്നത് കുറച്ച് ബീഫ് വരട്ടിയത്, അതേപോലെ ചിക്കൻ ഫ്രൈഡ് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ കുറച്ച് സാലഡ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഇത് ഞാൻ പിന്നെ ഫുള്ളൊരു റെസിപ്പി ആയിട്ടല്ല കാണിക്കുന്നത്. ഞാൻ ചെറിയ ഷോർട്സ് എടുത്ത് വെച്ചപ്പോഴത്തേക്ക് അതെടുത്തൊന്ന് കാണിക്കുന്നു എന്നേ ഉള്ളൂ. ബീഫ് ഞാൻ സെമി ഗ്രേവി ആയിട്ടാണ് വെച്ചിരുന്നത്. വലിയ ഗ്രേവിയൊന്നും ഇല്ലാതെ അങ്ങനെയാണ് വെച്ചിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതേപോലെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാളയെല്ലാം വഴട്ടിയെടുക്കുകയാണ്. അതേപോലെ കാഷ്യൂസും മുന്തിരിയെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയിലേക്ക് അപ്പം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ റൈസൊക്കെ ഇട്ടൊന്ന് ദമ്മിടാനായിട്ട് വെക്കുവാണ്. ബാക്കിയെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി മുട്ട വേവിക്കാനായിട്ട് സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് ആക്ച്വലി ഞാനൊരു പ്ലാൻ ചെയ്തെടുത്തൊരു വീഡിയോസ് ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഷോർട്സുകൾ കാണിക്കുന്നതും ഫുൾ റെസിപ്പിയൊന്നും ഇല്ലാത്തത്. അപ്പോൾ അതിന് വേണ്ടി ദം ചെയ്യാനായിട്ട്, ആ ചൂട് കയറാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിരിക്കുകയാണ്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ പപ്പടം പൊള്ളിക്കുകയാണ്.
അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ ഫ്രൈഡ് ചിക്കൻ ബിരിയാണി, ബീഫ് വരട്ടിയത്, അതേപോലെ പ്രോൺസ്, കുറച്ച് ഫ്രൈഡ് പ്രോൺസ് ചെയ്തിട്ടുണ്ട്, സാലഡ്, പപ്പടം, അതേപോലെ അച്ചാർ, പിന്നെ ഇടിയപ്പം കൂടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ക്രിസ്മസ് സ്പെഷ്യൽ ലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു. ക്രിസ്മസിൻ്റെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ക്രിസ്മസൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണേ. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ബൈ.